എല്ലാവർക്കും നമസ്കാരം. ദി കിക്ക് ഓഫിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലിവർപൂളിനെ പറ്റിയാണ്. കഴിഞ്ഞ സീസണിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവരുടെ ചരിത്രത്തിലെ രണ്ടാമത്തെ പ്രീമിയർ ലീഗ് കിരീടം ലിവർപൂളിന് നേടിക്കൊടുത്തിരിക്കുകയാണ്. ക്ലോപ്പ് പോയതിനു ശേഷം ആർനെ സ്ലോട്ട് വന്നപ്പോൾ അവരുടെ ഡൈഹാർട്ട് ആരാധകർ പോലും ഈ ഒരു വഴിക്ക് ടീമിനെ എത്തിക്കുമെന്ന് ആരും വിചാരിച്ചതല്ല. പക്ഷേ കഴിഞ്ഞ സീസൺ അവസാനിപ്പിക്കുമ്പോൾ പ്രീമിയർ ലീഗിൽ അവർ 84 പോയിന്റുമായി പ്രീമിയർ ലീഗ് ടൈറ്റിലുമായിട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. ക്ലോപ്പിൻ്റെ അതേ ടീമിനെ വെച്ചുകൊണ്ടാണ് ആർനെ സ്ലോട്ട് പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിച്ചിരിക്കുന്നത്. ക്ലോപ്പിൻ്റെ ടീമിനെക്കാട്ടിലും അവർ ആഡ് ചെയ്തത് ചിയേസെ മാത്രമാണ്. അദ്ദേഹം വലിയ ഇമ്പാക്റ്റ് ആണെങ്കിൽ ടീമിൽ ഉണ്ടാക്കിയതുമില്ല. പ്രീമിയർ ലീഗ് അടിച്ചതിന് ശേഷം സ്ലോട്ട് ആദ്യം നന്ദി പറഞ്ഞതും ഈ ക്ലോപ്പിൽ തന്നെയാണ്. കഴിഞ്ഞ സീസണിൽ അവർക്ക് കിരീടം അടിക്കാൻ സാധിച്ചത് ആർനെ സ്ലോട്ടിൻ്റെ ടാക്റ്റിക്സും പിന്നെ മുഹമ്മദ് സലയുടെ മാരക ഫോമുമായിരുന്നു. അതിൻ്റെ കൂടെ ലൂയിസ് ഡയസും ഗാക്പോയും ഒക്കെ കൂടെ പിടിച്ചെങ്കിലും അതിന് ഹൈലൈറ്റ് ചെയ്തത് മുഹമ്മദ് സലയുടെ മാരക ഫോം തന്നെയായിരുന്നു. പ്രീമിയർ ലീഗ് സീസണിൽ 25 മത്സരങ്ങളാണ് ലിവർപൂൾ ജയിച്ചത്. 9 സമനില, 4 തോൽവി. അതൊരു മത്സരം മാത്രമാണ് അവർ ഹോം മത്സരത്തിൽ പരാജയപ്പെട്ടത്. ഈ മത്സരങ്ങളിൽ അവരെ മുന്നിൽ നയിച്ചത് മുഹമ്മദ് സലാ തന്നെയാണ്. 38 കളികളിൽ നിന്നായി 29 ഗോളും 18 അസിസ്റ്റുകളും. അവരൊന്നുകൂടെ ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ ചാമ്പ്യൻസ് ലീഗും അവർക്ക് നേടാമായിരുന്നു. പക്ഷേ കൂടുതലും മുഹമ്മദ് സലയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ടാക്ടിക്സ് ആയിരുന്നു സ്ലോട്ട് ഒരുക്കിയത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫോമിൽ ഒരു ഡിപ്പ് വന്നപ്പോൾ അവർക്ക് ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ PSG തോൽക്കുന്നതിന് കാരണമായി. അതുകൊണ്ട് അടുത്ത സീസണിൽ സലയെ അധികം ഡിപ്പെൻഡ് ചെയ്യാതെ ഓവർ ഡ്യൂട്ടി നൽകാതെ പുതിയൊരു നല്ലൊരു സ്ക്വാഡ് ഡെപ്താണ് ആർനെ സ്ലോട്ട് കണ്ടുവച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള സൈനിങ്ങുകൾ PSG അങ്ങനെ പണം മുടക്കുന്നതല്ല, പക്ഷേ റെക്കോർഡ് തുകകൾക്കാണ് ഇപ്പോൾ താരങ്ങളെ അവർ ലിവർപൂളിൻ്റെ സ്ക്വാഡിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട സൈനിങ് ഫ്ലോറിയാൻ വിർട്സിൻ്റെയാണ്. റെക്കോർഡ് ട്രാൻസ്ഫർ തുകയ്ക്കാണ് അദ്ദേഹം ലിവർപൂളിലേക്ക് വന്നിരിക്കുന്നത്. ലിവർപൂളിൻ്റെ ഹിസ്റ്ററിയിലെ തന്നെ റെക്കോർഡ് ട്രാൻസ്ഫർ തുക. പിന്നെ ട്രെൻഡ് റയൽ മാഡ്രിഡിലേക്ക് പോയപ്പോൾ അവിടേക്ക് ഫ്രിംപോങ് വരുന്നു. പിന്നെ കഴിഞ്ഞ സീസണിൽ അത്ര ഫോമിലല്ലായിരുന്ന റോബർട്ട്സിന് പകരവും ലെഫ്റ്റ് വിങ്ങിലും ഒരു പുതിയ കളിക്കാരനെ അവർ സൈൻ ചെയ്യുകയാണ്. ഈ ഫ്ലോറിയൻ വിർട്സിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു നമ്പർ 10 റോൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലെയറാണ് ഫ്ലോറിയൻ വിർട്സ്. മുഹമ്മദ് സലയ്ക്ക് ഓവർ ഡ്യൂട്ടി നൽകാതെ, ഓവർ ഹെഡേക്കുകൾ നൽകാതെ ഫൈനൽ തേർഡിലേക്ക് അത്യാവശ്യം പാസുകൾ എത്തിക്കുകയും പിന്നെ അത്യാവശ്യം വന്ന ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാനും ഫ്ലോറിയൻ വിർട്സിനെ സഹായിക്കും. പിന്നെ അവരുടെ ഒരു ഡ്രീം സൈനിങ് എന്ന് പറയുന്നത് അലക്സാണ്ടർ ഐസക്കാണ്. അവരുടെ ആ സ്ട്രൈക്കർ റോളിൽ നമ്പർ 9 റോളിലേക്ക് അലക്സാണ്ടർ ഐസക് കൂടെ വന്നാൽ ഒരു സ്കെയറി ടീം സ്ക്വാഡായിരിക്കും ലിവർപൂളിൻ്റേത്. ന്യൂക്കാസിൽ ഇതുവരെ ഐസക് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്നു. 200 മില്യനാണ് ന്യൂക്കാസിൽ ലിവർപൂളിനോട് ചോദിക്കുന്നത്. പക്ഷേ അവർക്കും ന്യൂക്കാസിലിനും പുതിയ സൈനികൾ നടത്തണമെങ്കിൽ അവരുടെ പ്ലെയേഴ്സിനെ സെയിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഏകദേശം നമുക്ക് കാത്തിരുന്നാൽ അലക്സാണ്ടർ ഐസക് ചിലപ്പോൾ ലിവർപൂളിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ലിവർപൂളും അവരുടെ ടീം ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കളിക്കാരെ വിൽക്കാൻ സാധ്യതയുണ്ട്. ന്യൂനസ്, ഗാക്പോ, ലൂയിസ് ഡയസിൻ്റെ ഏകദേശം ട്രാൻസ്ഫർ വാർത്തകളൊക്കെ പുറത്ത് വരുന്നുണ്ട്. അൽ നാസറിലേക്ക് പോകുമെന്നുള്ള വാർത്തകൾ വരുന്നു. നാപ്പോളിയിലേക്ക് വരുന്നു. ബാർസലോനയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് കൺഫേം ആയിട്ടില്ല. അദ്ദേഹവും അവിടെ നിന്ന് പോകാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പിന്നെ വേറൊരു സൈനിങ് ലിവർപൂൾ നടത്താൻ സാധ്യതയുള്ള ക്രിസ്റ്റൽ പാലസിൻ്റെ ഇംഗ്ലീഷ് താരമായ മാർക്കിയെ സൈൻ ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ്. ഏകദേശം ഡീൽ ഡൺ ആയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നമുക്ക് വരും ദിവസങ്ങളിൽ അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. പിന്നെ ബെയർ ലെവർകൂസൻ്റെ പലാസിയോസുമായിട്ടുള്ള ബന്ധപ്പെട്ട വാർത്തകളും വരുന്നുണ്ട്. നമുക്ക് എന്തായാലും കുറച്ചുകൂടെ കാത്തിരുന്നാലേ ഇതിനെപ്പറ്റിയൊക്കെയുള്ള ഒരു കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ദിവസങ്ങളിലേക്കുള്ള ഒരു ട്രാൻസ്ഫർ വിൻഡോ മാത്രമായിരുന്നു ഇപ്പം ഓപ്പൺ ആയിരുന്നത്. ഇനി സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ആരംഭിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും ഈ ലിവർപൂളിലേക്കും മറ്റ് ക്ലബ്ബുകളിലേക്കും വരുന്ന കളിക്കാരുടെ പൂർണ്ണമായ ഒരു ലിസ്റ്റ്. എന്തായാലും ആർനെ സ്ലോട്ട് ഇപ്രാവശ്യം ആഗ്രഹിക്കുന്നത് ടീമിൻ്റെ സ്ക്വാഡ് ഡെപ്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. വലിയ മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ, അതായത് ഒരു ട്രിബിളൊക്കെ സ്വപ്നം കാണുന്ന ഒരു ലിവർപൂൾ സൈഡിലേക്ക് വരുമ്പോൾ കൂടുതൽ സ്ക്വാഡിൻ്റെ ഡെപ്ത് വളരെ വലുതായിരിക്കണം. എന്നാലേ അവർക്ക് വലിയ ടൂർണമെൻറ്റുകളിൽ ടീമിനെ പ്ലെയേഴ്സിനെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നമുക്കെന്തായാലും കാത്തിരിക്കാം പുതിയ സൈനിങ്ങുകൾ ഏതൊക്കെയാണ്, ലിവർപൂളിലേക്ക് വരുന്നത് ഏതൊക്കെയാണെന്ന് നമുക്ക് കാത്തിരിക്കാം. അടുത്ത സീസണിൽ ലിവർപൂൾ എന്താണ് ചെയ്യുകയെന്ന് നമുക്ക് കാത്തിരുന്നേ മതിയാവും. മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഒത്ത എതിരാളികളാകാൻ ലിവർപൂളിന് കഴിയുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.